At the stroke of the midnight Question hour, is whether you want to be you or everybody I else. still have a dream. Patria o muerte. രാഷ്ട്രീയപരമായും നയതന്ത്രജ്ഞപരമായും ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അയൽക്കാരിലൊന്നാണ് ബംഗ്ലാദേശ്. 1971 രൂപീകരിക്കപ്പെട്ട ബംഗ്ലാദേശിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയതും ബംഗ്ലാദേശിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി. തൻ്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവർ. ബംഗ്ലാദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതൃമാറ്റത്തിലൂടെയാണ്. എന്താണ് ഈ രാഷ്ട്രീയ നേതൃമാറ്റത്തിലേക്ക് നയിച്ച കാര്യകാരണങ്ങൾ? അതിൻ്റെ പരിണിത ഫലമായി ഇന്ത്യക്കുണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ക്ലിയർ IAS എക്സ്പ്ലെയിനർ ഇന്ന് നിങ്ങൾക്കായി വിശദീകരിക്കുന്നത് ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ക്രൈസിസിനെ കുറിച്ചാണ്. വെൽക്കം ടു ക്ലിയർ IAS അക്കാഡമി. ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ. കുറച്ച് ചരിത്രം. 1905 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായി ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഹിന്ദു ഭൂരിപക്ഷമുള്ള വെസ്റ്റ് ബംഗാളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈസ്റ്റ് ബംഗാൾ. മതസ്പർദ്ധ വളർത്തുന്നത് വഴി നാഷണലിസം ദുർബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉദ്ദേശം. ഇത് പിന്നീട് ടു നേഷൻ തിയറിയിലേക്ക് നയിക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ എന്നുള്ളത് പാകിസ്ഥാനോടൊപ്പം ലയിച്ച് ഈസ്റ്റ് പാകിസ്ഥാനായി മാറുകയായിരുന്നു. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ആശയപരമായും ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ കാര്യമായ അന്തരം ഉണ്ടായിരുന്നു. ബംഗാളി എത്നിസിറ്റി, ബംഗാളി ഭാഷ സംസാരിക്കാനുള്ള അവകാശം, സ്വയം ഭരണാവകാശം, ഇവ മൂന്നുമാണ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച വിത്തുകൾ. 1970 ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നേതൃത്വം നൽകുന്ന ആവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇലക്ഷനിൽ ജയിക്കുകയും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനെപ്പറ്റി കൂടുതൽ വാചാലരാവുകയും ചെയ്തു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ സുൽഫിക്കർ ഭൂട്ടോയും മിലിറ്ററി ജനറലായ ആഗ മുഹമ്മദ് യാഹിയയും ഇതിനെ ശക്തമായി എതിർത്തു. സൈന്യത്തെ വിട്ട് അടിച്ചമർത്തലുകൾ നടത്തി. ഇതേ സമയത്ത് തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകാൻ താല്പര്യപ്പെട്ടിരുന്ന മുക്തി ബാഹിനി എന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഗറില്ല വാർഫെയർ ബംഗ്ലാദേശിൽ നടത്തിയത്. അന്ന് ബംഗ്ലാദേശല്ല, അന്ന് ഈസ്റ്റ് പാകിസ്ഥാനാണ്. ഇതേ സമയം തന്നെ ഇന്ത്യ മാനുഷിക പരിഗണനകൾ കണക്കിലെടുത്ത് ഇതിലേക്ക് ഇറങ്ങുകയും മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ പര്യവസായിയായി ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിച്ചു. അതുകൊണ്ടാണ് 1971 അവസാനിച്ച ഈ യുദ്ധത്തിനെ നമ്മൾ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയുന്നത്. 71 ബംഗ്ലാദേശ് എന്ന ഇൻഡിപെൻഡൻ്റായ പുതിയ രാജ്യം രൂപീകരിക്കുന്നു. 72 ഇന്ത്യയുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടമ്പടി സൈൻ ചെയ്യുന്നു. ബംഗ്ലാദേശിൻ്റെ ചരിത്രം. 1975 ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെടുകയും ഒരു മിലിറ്ററി കൂ വഴി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ഇപ്പോഴും പ്രസക്തമായ BNPയുടെ നേതാവായ സിയ ഉർ റഹ്മാൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വളരെയധികം പ്രോ പാകിസ്ഥാനായ ഇസ്ലാമിക രീതികൾ അവലംബിച്ചിട്ടുള്ള ഭരണരീതിയായിരുന്നു അവരുടേത്. ഇന്ത്യയുമായുള്ള ബന്ധം ഈ സമയത്ത് വളരെയധികം ഉലച്ചിൽ നേരിട്ട സമയമായിരുന്നു അത്. 1982 വീണ്ടും ഒരു മിലിറ്ററി കൂ ഉണ്ടാവുകയും ജനറൽ ഇർഷാദ് എന്ന വ്യക്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 1988 കൊല്ലപ്പെട്ട ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ആവാമി ലീഗ് പാർട്ടിയും ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജനാധിപത്യ ഗവൺമെൻറ്റിനായി ആക്രോശങ്ങൾ തുടങ്ങിവെച്ചു. 1991 പാർലമെൻറ്റ് ഇലക്ഷനിലേക്കാണ് ഇത് നയിക്കപ്പെട്ടത്. ഖാലിദ സിയ പ്രധാനമന്ത്രിയാവുകയും ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു. ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യുന്ന വഴി ഒരു പാർലമെൻ്ററി സിസ്റ്റത്തെയും പാർലമെൻറ്റിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസിഡന്റ് പദവിയും അതിനൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയും എസ്റ്റാബ്ലിഷ് ചെയ്തു. 94-96 കാലഘട്ടത്തിൽ ഖാലിദ സിയയുടെ ഗവൺമെൻറ് പലതരം വിമർശനങ്ങൾക്ക് വിധേയമായി. ഇതിൽ പ്രധാനപ്പെട്ടത് അഴിമതിയായിരുന്നു. 96 ഇലക്ഷനിൽ ആവാമി ലീഗും അതിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ഹസീനയും വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വന്നു ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെയധികം ദൃഢമായി മാറി. ലാൻഡ് ബൗണ്ടറി അഗ്രിമെൻറ്റ്സ്, വാട്ടർ ഷെയറിംഗ് അഗ്രിമെൻറ്റ്സ്, ആഭ്യന്തര സുരക്ഷ
ഇവയിലെല്ലാം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം സുദീർഘവും സുദൃഢവുമായ രീതി അവലംബിച്ചു. എന്നാൽ 2001 വീണ്ടും ഇലക്ഷന് പരാജയപ്പെടുകയും 2008 വളരെ ശക്തമായ രീതിയിലാണ് ഷെയ്ഖ് ഹസീന തിരിച്ചു വന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഉയർച്ച 2008 മുതൽ 2024 വരെ വളരെ സുദീർഘമായ ഒരു കാലയളവാണ് പിന്നീട് ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിച്ചത്. ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനം ഏറ്റവും ഉയർച്ച നേടിയത് ഈ കാലഘട്ടത്തിലാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ വിപ്ലവം, ആളോഹരി വരുമാനത്തിലുള്ള ഉയർച്ച, മാനുഷിക വികസന സൂചികയിലുള്ള ഉയർച്ച ഇതെല്ലാം നേടിയത് ഈ കാലഘട്ടത്തിലാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധവും വളരെയധികം ദൃഢമാകുന്നതും ഈ കാലഘട്ടത്തിലാണ്. ലാൻഡ് ബൗണ്ടറി അഗ്രിമെൻറ്റ്സ്, ടീസ്റ്റ വാട്ടർ ഷെയറിംഗ് അഗ്രിമെൻറ്റ് ഇവയിലെല്ലാം വളരെ പ്രസക്തമായ തീരുമാനങ്ങൾ ബംഗ്ലാദേശും ഇന്ത്യയും ഒരുമിച്ച് കൈക്കൊണ്ടു. എന്നാൽ ഇതിന് സമാന്തരമായി കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി. ജനാധിപത്യപരമായി വളരെയധികം പിന്നോട്ട് പോവുകയായിരുന്നു ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ ഈ കാലഘട്ടത്തിൽ. പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരെ ഇത് നയിച്ചു. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് 12ാം അമെൻമെൻറ്റ് വഴി ഭരണഘടനയിൽ കൊണ്ടുവന്ന ഇൻ്ററിം ഗവൺമെൻറ് എന്ന ക്ലോസാണ്. ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കണമെങ്കിൽ അതൊരു ഇൻ്ററിം ന്യൂട്രൽ കെയർ ടേക്കർ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അതായത് ഒരു താൽക്കാലിക ഗവൺമെൻറ്. തെരഞ്ഞെടുപ്പിലെ ഫെയർനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഷൻ ഭരണഘടനയിൽ കൊണ്ടുവന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇത് എടുത്തു മാറ്റുകയും 2024 ജനുവരിയിൽ നടന്ന ഇലക്ഷന് തൊട്ടു മുമ്പായി പ്രതിപക്ഷ പാർട്ടികൾ ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് നിരാകരിക്കുകയും പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുന്ന രീതിയിലേക്കുമാണ് മുന്നോട്ട് കാര്യങ്ങൾ പോയത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസുകൾ ചുമത്തുകയും ചെയ്തിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ 40 ലക്ഷത്തോളം കേസുകളും, എന്തിനു വേണം, ഗ്രാമീൺ ബാങ്കിൻ്റെ ശില്പിയായ മുഹമ്മദ് യൂനിസിനെതിരെ 171 പരം കേസുകളാണ് ചുമത്തിയത്. ഈ ഒരു ജനാധിപത്യമില്ലായ്മ ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചയിലേക്ക് കാരണമായിട്ടുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികപരമായി മുന്നോട്ട് പോയി എന്ന് പറയപ്പെടുമ്പോഴും 17 കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിലെ 20% യുവജനങ്ങൾ തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരുന്നു. ഇത് വളരെ പ്രസക്തമായ ഒരു ആൻറ്റി ഷെയ്ഖ് ഹസീന മൂവ്മെൻറ്റിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പതനം 1972 സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായി കൊണ്ടുവന്ന സംവരണം 30%. 2008 ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കൾക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ഹൈക്കോടതി വിധി പ്രകാരം ഈ സംവരണം എടുത്തു കളയുകയും ഇത് കാര്യമായ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സംവരണം തിരിച്ചു കൊണ്ടുവരികയും എന്നാൽ അതിൽ കൃത്യമായ പരിഷ്കരണം വേണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടൽ. സുപ്രീം കോടതി വിധി പ്രകാരം സംവരണം തിരിച്ചു കൊണ്ടുവരികയും അത് 5% കുറയ്ക്കുകയും ആകെയുള്ള സംവരണം 7% മാറ്റുകയും ചെയ്തു. ഇതിന് മൂലം വിദ്യാർത്ഥി സംഘടനകൾ പിൻവാങ്ങുകയും സമരരീതികളെല്ലാം ഒരു പടിക്ക് അടങ്ങുകയും ചെയ്തതാണ്. എന്നാൽ ഇത് പിന്നീട് വീണ്ടും ഈ സമരങ്ങൾ ഉയർന്നു വരികയാണ് ചെയ്തത്. ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്നുള്ള ആവശ്യപ്രകാരമാണ് ഈ സമരങ്ങൾ വീണ്ടും ഉയർന്നു വന്നത്. വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്നും ഗവൺമെൻറ് ആക്ടിവിസ്റ്റുകളും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സും വിദ്യാർത്ഥികളും തമ്മിൽ കാര്യമായ രീതിയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണിലേക്ക് വരെ ഇത് നേതൃത്വം നൽകി. വിദ്യാർത്ഥി സംഘർഷം മാത്രമല്ല, ബംഗ്ലാദേശ് ഒട്ടാകെ ഇത് പടർന്ന് പന്തലിച്ചു. അനിയന്ത്രിതമായി ഇത് മുന്നോട്ട് പോവുകയും രാജിവെക്കാതെ വേറെ വഴിയില്ല എന്ന രീതിയിലേക്ക് ഷെയ്ഖ് ഹസീന എത്തുകയും ചെയ്തു. രാജിവെക്കുന്നു, അവർ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നു. ബംഗ്ലാദേശിലെ നേതൃമാറ്റവും ഇന്ത്യക്കുണ്ടാകുന്ന വെല്ലുവിളികൾ. ഗ്രാമീൺ ബാങ്കിൻ്റെ ശില്പിയായ മുഹമ്മദ് യൂനിസ് ചീഫ് അഡ്വൈസറായ ഒരു ഇൻ്ററിം ഗവൺമെൻറ്റാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ നയിക്കുന്നത്. ന്യൂനപക്ഷ വേട്ടയും അതിക്രമങ്ങളും ഹിംസയും എല്ലാം ശേഷമാണ് ഇപ്പോൾ സമാധാനപരമായി ഒരു ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്നത്. ആവാമി ലീഗ് അല്ലാത്ത ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ബംഗ്ലാദേശിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യക്ക് ആശങ്കാജനകമാണ്. അതിന് കാരണം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP പോലുള്ള പാർട്ടികളുടെ മുൻ ചരിത്രമാണ്. പലപ്പോഴും പ്രോ പാകിസ്ഥാനായാണ് അവർ നിലകൊണ്ടിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ദൃഢപ്പെട്ടിട്ടേ ഉള്ളൂ. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഭാവി വ്യവഹാരങ്ങളെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പരസ്പര ഉടമ്പടികൾ, ലാൻഡ് ഷെയറിംഗ് അഗ്രിമെൻറ്റ്സ്, വാട്ടർ ഷെയറിംഗ് അഗ്രിമെൻറ്റ്സ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ, അഭയാർത്ഥികളുടെ ഇവരുടെ വിഷയവും പ്രസക്തമാകുന്നു. ലോകമൊട്ടാകെ ഇൻഡോ പസഫിക്കിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇൻഡോ പസഫിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീജിയനുകളിൽ ഒന്നാണ് ദക്ഷിണേഷ്യൻ റീജിയൻ. അവിടുത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ബംഗ്ലാദേശ്. ഇൻഡോ പസഫിക്കിലേക്ക് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തരണം ചെയ്യാനായി അമേരിക്കയും. ഈ രണ്ട് വലിയ ശക്തികളുടെ ചലനങ്ങൾ ഏത് രീതിയിലാണെന്നുള്ളത്
അനിശ്ചിതത്വത്തിലാണ്. ഇതും ഇന്ത്യക്ക് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചെറിയൊരു കാര്യമല്ല. ദക്ഷിണേഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു നേതൃമാറ്റമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അഭയാർത്ഥി പ്രശ്നങ്ങൾ, സ്ഥലമിടപാട് പ്രശ്നങ്ങൾ, വാണിജ്യപരമായ കാര്യങ്ങൾ ഇവയെല്ലാം ഈ അനിശ്ചിതത്വത്തിൽ പെട്ടുകിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എങ്ങനെയാണ് ബംഗ്ലാദേശിലെ നേതൃമാറ്റം ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നനുസരിച്ചിരിക്കും ഇന്ത്യയുടെ നയതന്ത്രപരമായ തീരുമാനങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലിയർ IASന്റെ ഈ എക്സ്പ്ലെയിനർ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.